നെട്ടിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ നെട്ടിച്ചിരിക്കും. അതാണ് ഈ മുതൽ. നമ്മൾ വെറൈറ്റിയും തപ്പി നടക്കുന്ന ആൾക്കാരാണല്ലോ. അങ്ങനെ വെറൈറ്റി തപ്പി തപ്പി എത്തിയത് അങ്ങ് ആസാമിലാണ്. അപ്പോൾ ഒരു വെറൈറ്റി റൊമാൻറ്റിക് ത്രില്ലർ മോഡലുള്ളൊരു പടം അങ്ങനെ വിചാരിച്ചാണ് പടം കാണാൻ തുടങ്ങിയത്. പടത്തിൻ്റെ തുടക്കവും അതുപോലെ തന്നെ ഒരു നോർമൽ പേസിൽ ഒരു PhD സ്റ്റുഡൻറ്റും ഒരു മാരീഡായ കുട്ടിയൊക്കെയുള്ള ഒരു ഡോക്ടറും. ഇപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ അടുപ്പാവും. അപ്പോൾ ആ അടുപ്പത്തിന് ഉണ്ടാവുന്ന കാരണം എന്ന് പറയുന്നത് വെറൈറ്റിയാണ്. അതായത് രണ്ടുപേർക്കും മീറ്റ് കഴിക്കാൻ, ഇറച്ചി കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അതായത് വെറൈറ്റി മീറ്റ്, അതും ഫ്രഷ് മീറ്റ്, ഫ്രോസണും പ്രോസസ്ഡും ഒന്നുമല്ല, ഫ്രഷായിട്ട് ലൈവായിട്ട് കട്ട് ചെയ്ത് അപ്പം തന്നെ കുക്ക് ചെയ്ത് കഴിക്കണം. അങ്ങനത്തെ മീറ്റ് കഴിക്കാനാണ് രണ്ടുപേർക്കും ഇഷ്ടം. അപ്പോൾ അവർ അങ്ങനെയുള്ള മീറ്റൊക്കെ കിട്ടുന്ന സ്ഥലമൊക്കെ തപ്പി നടന്ന് അതൊക്കെ കണ്ടുപിടിച്ച് കഴിക്കലാണ് ഇവരുടെ പരിപാടി. അങ്ങനെ മീറ്റ് തിന്ന് നടന്ന് ഇവർ തമ്മിൽ അങ്ങോട്ട് ലവ് ആവും. പക്ഷെ രണ്ടുപേർക്കും അത് പറയാൻ പേടിയാണ്, പ്രകടിപ്പിക്കാൻ പേടിയാണ്. കാരണം എന്താണ്, ഒരാൾ ചെറുതാണ്, സ്റ്റുഡൻ്റാണ്, മറ്റേ ആൾ ഡോക്ടറാണ്, മാരീഡാണ്, ഒരു കുട്ടിയുടെ അമ്മയാണ്, ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം സൊസൈറ്റി, മോറൽ വാല്യൂസ്, എത്തിക്സ് ഇതൊക്കെ ആലോചിച്ചിട്ട് ആ ഇഷ്ടം തുറന്നു പറയാൻ പേടിയാണ്. പക്ഷെ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും പക്ഷെ അത് ഉള്ളിലൊതുക്കി അടക്കി വെച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ ഫ്രസ്ട്രേഷൻ അവർ തീർക്കുന്നത് തീറ്റയിലാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, എന്തൊക്കെ തിന്നാൻ പറ്റുമോ അതൊക്കെ അവർ തിന്നും. ഓന്ത്, വവ്വാല്, പല്ലി, മുയല്, പല വെറൈറ്റി മീന്, അങ്ങനെ പല സാധനങ്ങൾ എന്തൊക്കെ തിന്നാൻ പറ്റുമോ അതൊക്കെ. ഉള്ളിലുള്ള സ്നേഹം അടുപ്പൊക്കെ കൂടി വരുമ്പോൾ ഇപ്പം തന്നെ അങ്ങോട്ട് ഇറങ്ങലാണ് രണ്ടുപേരും കൂടി തിന്നാൻ വേണ്ടി, മീറ്റ് തിന്നാൻ. അങ്ങനെ ചെക്കൻ്റെ കയ്യിൽ നിന്ന് പോകും കാര്യങ്ങൾ. ചെക്കന് ഏത് വിധേനയും ഡോക്ടറെ സ്വന്തമാക്കണം എന്നുള്ള ഒരൊറ്റ മൈൻഡ് വരും. അപ്പോൾ അതിനുവേണ്ടി ചെക്കൻ കണ്ടെത്തുന്ന വഴിയാണ് വഴി. ഒരു 1.5 പരിപാടിയാണ് പിന്നെ. അപ്പോൾ അതുവരെ ഒരു നോർമൽ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന പടം പിന്നെ അങ്ങോട്ട് പിടിച്ചാക്കിട്ടാത്ത രീതിയിലാണ് അങ്ങോട്ട് പറക്കണത്. വേറെ ലെവൽ. നമുക്ക് ആലോചിക്കാനോ ചിന്തിക്കാനോ പറ്റാത്ത അത്രയും ഹെവി സാധനം, അതുക്കും മേലെ സാധനം. ഇതുപോലൊരു സാധനം അത് നമ്മുടെ ഇന്ത്യൻ സിനിമയെന്ന് വേറെ ലെവൽ ഐറ്റം. ത്രില്ലറാണോ ഹോററാണോ എന്ത് വേണമെങ്കിലും വിളിക്കാം. നെട്ടു എന്ന് പറഞ്ഞാൽ നെട്ടിച്ചിരിക്കും ഈ മൂവി. ആമീസ് നായകനും പുതിയതാണ്, നായികയും പുതിയതാണ്. പക്ഷേ ആക്ടിങ് പെശക് എന്ന് പറഞ്ഞാൽ പെശകായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഡോക്ടർ, നായിക. ചില സീനുകളൊക്കെ ഉണ്ട്, അവർക്ക് തോന്നുന്ന ആ ക്രേവിങ് കാണിക്കുന്ന ആ ഇൻറ്റൻസിറ്റി, ആ ഫീലിങ്സ് അവർ സപ്രസ് ചെയ്ത് വെക്കുന്ന സീനുകൾ, അത് ചെക്കൻ്റെ അതെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. റൊമാൻസ് ആണ്, ലവ് സ്റ്റോറിയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് അവിടെ കളർഫുള്ളും കുന്തൊന്നും പ്രതീക്ഷിക്കേണ്ട. ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഹെവി ഡാർക്കാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ മൂവി. ബട്ട് നിങ്ങളും ഒരു വെറൈറ്റിയും ത്രില്ലറൊക്കെ നോക്കി നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ മസ്റ്റ് വാച്ചാണ്. എന്തായാലും മിസ്സാക്കരുത്. ലവ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ സംഗതി ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ബട്ട് ലവ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫീലിങ്സ്, അവരുടെ കണക്ഷനൊക്കെ പുണിതമാണെന്ന് പറയൂലേ, അമ്മാതിരി സാധനമാണ്. കാരണം ഇത്രയൊക്കെ അവർ കൂടെ നടന്നിട്ടും ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടും ഈവൻ ഒരു ടച്ച് പോലും അവർ ചെയ്തിട്ടില്ല. പക്ഷെ അതിനുവേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന മാർഗം, അതാണ് ഈ പടത്തിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ലാസ്റ്റത്തെ ഒരു ഷോട്ടുണ്ട്, ഒരു ഇടിവെട്ട് ഫ്രെയിമാണ്. ഫുള്ള് പടത്തിൻ്റെ ഒരു ആകത്തുക അതിനകത്തുണ്ട് ആ ഒരൊറ്റ ഷോട്ടിൽ. ജസ്റ്റ് ഒരു സിമ്പിൾ ഷോട്ടാണ്, ബട്ട് ഇറ്റ് മീൻസ് എ ലോട്ട്. പലതരം ഭാഷയിൽ നമ്മൾ കൈവച്ചിട്ടുണ്ടെങ്കിലും ഈ ആസാമിൽ കയറി കളിക്കുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആസാം ലാംഗ്വേജിൽ. ബട്ട് ഒട്ടും നിരാശാക്കിയില്ല. ഹെവി കൺസെപ്റ്റും അടിപൊളി പെർഫോമൻസും സൂപ്പർ ഡയറക്ഷൻ. വീണ്ടും പറയാണ്, ഇതെല്ലാവർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല. വാച്ച് അറ്റ് യുവർ ഓൺ റിസ്ക്.